തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിലാണ് സ്ഥാനാർത്ഥികൾ. കാരണം നേരത്തെ വിചാരിച്ചതുപോലെയല്ല, തിരഞ്ഞെടുപ്പ് അതിവേഗം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ ഇടതിൻ്റെ സ്ഥാനാർത്ഥി നിലവിലെ MLA കൂടിയായ NK അക്ബർ. ഈ ഗുരുവായൂർ മണ്ഡലം എന്ന് പറയുമ്പോൾ തീരമേഖലയും ഗുരുവായൂരും ചാവക്കാടും പഴയ പൂക്കോടും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മേഖല. നിലവിലെ MLA കൂടിയാണ്. എങ്ങനെ ട്രെൻഡ് എങ്ങനെ കാണുന്നു? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതിന് ഉണ്ടാവാനുള്ള ഒരു ആത്മവിശ്വാസം? അതിനുള്ള ആത്മവിശ്വാസം 10 കൊല്ലക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണരംഗത്തുണ്ടായ വികസനമാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി സവിശേഷമായിട്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങളാണ്. അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം 10-36 തവണ അടയണ റെയിൽവേ മേൽപ്പാലമായിരുന്നു. അത് കിഫ്ബി ഫണ്ടിൽ അത് നിർമ്മാണം പൂർത്തിയായി നാടിന് സമർപ്പിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിക് ഗസ്റ്റ് ഹൗസ്, ഏറ്റവും വലിയ പബ്ലിക് ഗസ്റ്റ് ഹൗസ് അവിടെ കമ്മീഷൻ ചെയ്യപ്പെട്ടു. നടപ്പാക്കിയ വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വോട്ട് തേടുന്നത്. വിസ്മയമാണ്. ഇതേസമയം തന്നെ UDF പ്രധാന എതിർകക്ഷിയായ UDF പ്രചാരണം നടത്തുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന പേരിലാണ്. അതിനെങ്ങനെ കാണുന്നു? എന്ത് ഭരണവിരുദ്ധ വികാരം? ജനങ്ങളുടെ കൈകളിലേക്ക് എല്ലാ മാസവും 2000 രൂപ എത്തിക്കുന്നതാണ് ഭരണവിരുദ്ധ വികാരം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് 35-നും 59-നും വയസ്സിനിടയിൽ പ്രായമുള്ള വനിതകൾക്ക് അനുവദിച്ച 1000 രൂപയുടെ പ്രത്യേക പെൻഷൻ പദ്ധതി. പാഠപുസ്തകങ്ങൾ നേരത്തെ എത്തുന്നു. 10 കൊല്ലമായിട്ട് കേരളത്തിൽ പവർ കട്ടില്ല. 10 കൊല്ലമായിട്ട് കേരളത്തിൽ വർഗീയ കലാപവും ഇല്ല. പിന്നെ എന്ത് വിരുദ്ധ വികാരം? ഒരു വിരുദ്ധ വികാരവും ഇല്ല. ഭരണം മികച്ച ഭൂരിപക്ഷത്തിൽ വരും തന്നെയാണ്, ഒരു സംശയമില്ലല്ലോ. ഈ ഗുരുവായൂരിലെ ഇപ്പോൾ മറ്റ് എതിർ കക്ഷികളെ കാണുമ്പോൾ അവരുടെ ഒരു പ്രചരണം പ്രധാനമായി പറയുന്നത് പലയിടത്തും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറയുന്നത്, അങ്ങനെ ഒന്നുണ്ടോ? അതായത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഉണ്ടായിരുന്ന സ്ഥലമാണ് ചാവക്കാട്, ഗുരുവായൂർ, ഒരുമനയൂർ, കടപ്പുറം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അവിടെ ഇപ്പോൾ നമ്മുടെ കരുവന്നൂർ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയതിനെ തുടർന്ന് ആ മേഖലയിലുണ്ടായ മാറ്റം വളരെ വലുതാണ്. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ഗുരുവായൂർ മണ്ഡലത്തിൽ തന്നെ നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ കുടിവെള്ള പദ്ധതികൾ. അങ്ങനെയുള്ള പദ്ധതികളുടെ ഭാഗമായി ഒരു വലിയ അളവിൽ കുടിവെള്ളക്ഷാമത്തിന് വലിയ അളവിൽ പരിഹാരം കാണാൻ കഴിഞ്ഞു. അത് അറിയുന്ന ജനങ്ങൾക്കറിയാം. ഈ ഏറെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുമ്പോഴും ഒരു പ്രധാന ഒരു എതിർപക്ഷത്തും ഉന്നയിക്കുന്നത് ഗുരുവായൂരിൽ നിന്നുള്ള പാത കുറ്റിപ്പുറത്തേക്കോ താനൂരിലേക്കുള്ള ആ പാത സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തില്ല എന്നുള്ളൊരു ആക്ഷേപം അത് കുറേ വർഷങ്ങളായി പറയുന്നുണ്ട്. അതിന് എങ്ങനെയാണ് മറുപടി? അത് ആദ്യം ഈ പദ്ധതി അട്ടിമറിച്ചത് മുസ്ലിം ലീഗാണ്. കാരണം വടക്കോട്ടേക്കുള്ള കുറ്റിപ്പുറം പാത ലീഗിൻ്റെ അന്നത്തെ കേന്ദ്ര സഹമന്ത്രി, റെയിൽവേ സഹമന്ത്രിയായിരുന്നു E. അഹമ്മദ്, ലീഗുകാരും തങ്ങളുടെ സ്ഥലം നഷ്ടപ്പെടുന്നതിനായിട്ട് അത് ബ്ലോക്ക് ചെയ്തു. ഇപ്പോൾ വടക്കാട്ടുള്ള പാത അതുകൊണ്ടാണ് മുരടിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലല്ലേ. പ്രതാപൻ ദീർഘകാലം MP ആയി, അദ്ദേഹം ഒന്നും ചെയ്തില്ല. സുരേഷ് ഗോപി വന്നു, അദ്ദേഹം ഒരു പുതിയ പാതയുമില്ല, പുതിയ തീവണ്ടിയും അനുവദിച്ചില്ല. അവരാണ് യഥാർത്ഥത്തിൽ റെയിൽവേ മുരടിപ്പിൻ്റെ കാരണക്കാർ. ഇനി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഒരിക്കൽ കൂടി പ്രതിനിധിയായി ഗുരുവായൂർ നിയോജകമണ്ഡലത്തിന് പ്രതിനിധിയായി തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങയുടെ കാഴ്ചപ്പാട് നടപ്പാക്കേണ്ട ചില വികസന കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കില്ല. ഇനി നടപ്പാക്കാനുള്ളത് എന്തായിരിക്കും പ്രധാനമായിട്ട് ജനങ്ങളോട്? ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന്, നമ്മുടെ ചാട്ടുകുളം മുതൽ NH-66 ബന്ധിപ്പിക്കുന്ന 4 വരിപ്പാത, മമ്മിയൂർ ഫ്ലൈ ഓവർ, അത് 2 പ്രധാനപ്പെട്ട ഡ്രീം പ്രോജക്റ്റ്. പിന്നെ തീർത്ഥാടന ടൂറിസത്തിൻ്റെ നല്ല സാധ്യതയുണ്ട്. വ്യവസായിക രംഗത്ത് ചില പ്രത്യേക പദ്ധതികളുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ എല്ലാ സർക്കാർ സ്കൂളുകളോടും ചേർന്നുള്ള കളിസ്ഥലങ്ങൾ. പിന്നെ ചാവക്കാട്ട് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേഡിയം, ചാവക്കാട് ടൗൺ ഹാൾ, അതിൻ്റെ എല്ലാ നടപടിയായിട്ടുള്ളതാണ്. അത് ആ രീതിയിൽ കാര്യങ്ങൾ വരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാർഷിക മേഖലയിൽ നമ്മുടെ പൊന്നാനിക്കോൾ അതിൻ്റെ ഭാഗമാണ് നമ്മുടെ നെല്ലറ. ആ മേഖലയിലും കുറേയും കൂടി മെച്ചപ്പെട്ട സ്ഥിതി ഉണ്ടാക്കണം. കുഫോസിൻ്റെ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനം, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപന രംഗത്തിൽ പുതിയ കാൽവെപ്പാണ്. അത് കുറേയും കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനം കൂടി ആ മേഖലയിൽ എടുക്കണം എന്നാണ്. എതിർ സ്ഥാനാർത്ഥികൾ എങ്ങനെ കാണുന്നു? അതൊക്കെ രാഷ്ട്രീയമായിട്ട് 2 പേര് മത്സരിക്കുന്നു എന്ന് നമ്മൾ എടുത്താൽ മതി. അവരൊക്കെ നമ്മൾ അറിയുന്നവരാണ്. ഈ ഏറ്റവും ഒടുവിൽ NDAയുടെ സ്ഥാനാർത്ഥി BJP പ്രതിനിധി ഗോപാലകൃഷ്ണൻ വന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ വിവാദമാവുകയും പിന്നീട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും കേസെടുക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായി. അദ്ദേഹം ഈ നെഗറ്റീവ് അടിച്ച് മീഡിയ അറ്റൻഷൻ മേടിക്കാൻ വേണ്ടിയുള്ളൊരു പണിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ BJPക്ക് പാർലമെൻറ്റ് അംഗമുള്ള ഒരു മണ്ഡലമാണല്ലോ ഇത്. എന്താണ് സുരേഷ് ഗോപി ഈ ഗുരുവായൂരിൽ ചെയ്ത കാര്യങ്ങൾ? ഒരു പുതിയ തീവണ്ടി വന്നോ? നോക്കൂ, നിങ്ങൾ നേരത്തെ ഇന്ത്യയിലെ തന്നെ നിരവധി തീർത്ഥാടന നഗരങ്ങൾക്ക്
പലയിടത്തും അവരെന്ത് ചെയ്തു, പുതിയ തീവണ്ടിപ്പാത, പുതിയ തീവണ്ടികളെല്ലാം വന്നു, പ്രത്യേക പാക്കേജ് ഉണ്ടാക്കി. എന്നാൽ ഇവിടെ മാത്രം ഒരു പാക്കേജും ഇല്ല, ഒരു പദ്ധതിയില്ല, ഒരു തീവണ്ടി പോലും ഇല്ല. രാമേശ്വരത്തേക്ക് ഒരു തീവണ്ടി പോകണം എന്ന് പറഞ്ഞിട്ട് എത്രയോ നിവേദനങ്ങൾ കൊടുത്തു, ഒന്നും തന്നില്ല. എന്തിനധികം തിരുവങ്കിടം അടിപ്പാത അടക്കം അട്ടിമറിക്കാൻ വേണ്ടി ഒരു വർഗീയവാദിയെ കൊണ്ട് കേസ് കൊടുത്ത് ചെയ്യിപ്പിക്കലേ അവർ ചെയ്ത്, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ജനങ്ങൾക്കിടയിൽ ശക്തമായ അമർഷമാണ്. സുരേഷ് ഗോപിയെ നാട്ടിൽ കാണുന്നുണ്ടോ? ഈ ശക്തമായ അമർഷവും ഭരണവിരുദ്ധ വികാരവും സെൻട്രൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായ എതിർപ്പ്. ഇപ്പോൾ പാചക ഗ്യാസ് തന്നെ കിട്ടാനില്ലല്ലോ. ഇത് മറികടക്കാൻ വേണ്ടി അദ്ദേഹം ഇത് ഉപയോഗപ്പെടുത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, ഞങ്ങൾ വികസനത്തിൻ്റെ സ്വാദ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഞങ്ങൾ വികസനത്തിൻ്റെ സ്വാദ് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അദ്ദേഹം വർഗീയത ഛർദ്ദിച്ച് നമ്മുടെ പ്രദേശങ്ങളെ മലീമസമാക്കുകയാണ്. ഇപ്പോൾ നാട്ടിൽ പണ്ട് മഹാകവി കുമാരനാശാൻ്റെ ഒരു കവിതയുണ്ടായിരുന്നു. ആ കവിതയിൽ മുനികുമാരൻ ദാഹിച്ച് വലഞ്ഞ് വെള്ളത്തിന് വേണ്ടി ഒരു ചണ്ടാല സ്ത്രീയോട് ചോദിച്ചപ്പോൾ ആ പെണ്ണ് പരിഭ്രമിച്ചു പോയി. അപ്പോൾ മുനികുമാരൻ പറഞ്ഞു, ജാതിയൊന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ, വെള്ളമാണല്ലോ എന്ന് പറഞ്ഞ മാതിരി. അതുകൊണ്ട് ഇപ്പോൾ നാട്ടിലെ മുഴുവൻ ആളുകളും സംഘപരിവാരത്തിനോടും ഗോപാലകൃഷ്ണനോടൊക്കെ പറയുന്ന കാര്യം എന്താണ് പറയണമെന്നറിയോ? ജാതി ചോദിക്കുന്നില്ല ഗോപാലകൃഷ്ണ, ഗ്യാസ് തരൂ എന്നാണ്, ഗ്യാസ് തരൂ എന്നാണ്. അപ്പോൾ ഇവിടെ എത്ര ഹോട്ടൽ അടച്ചു? നിങ്ങൾ നോക്ക്, ഇവിടെ എവിടെയെങ്കിലും കടകൾ കയറിയിട്ട് ചുടുവെള്ളം ചോദിച്ചാൽ കൊടുക്കാൻ കഴിയില്ല. അവർ വളരെ സങ്കടത്തിലാണ്. ഗ്യാസില്ല, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. RSS അമേരിക്കൻ സാമ്രാജ്യത്തിന് കീഴടങ്ങിയതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കുകയാണ് ഇപ്പോൾ, അല്ലേ? എന്നിട്ട് അതൊന്നും നൽകുന്നില്ല. പെട്രോളിന് 2 ശതമാനം രൂപ വർദ്ധിപ്പിച്ചു. ഇനിയും ദുസ്സഹമായ ജീവിത സാഹചര്യം വരും. ഇത് മറികടക്കാൻ വർഗീയത മറയാക്കിയാണ് BJP ചെയ്യുന്നത്. അതൊന്നും പ്രബുദ്ധ ഗുരുവായൂരിൻ്റെ മുന്നിൽ വില പോവില്ല. ഏറെ തിരക്കുകളാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ അധിക സമയമില്ല. വോട്ടെടുപ്പ് പടിവാതിൽക്കലാണ്. അതിൻ്റെ ഓട്ടത്തിനിടയിൽ പോലും TCVക്കായി സമയം അനുവദിച്ച് അങ്ങേക്ക് നന്ദി അറിയിക്കുന്ന എല്ലാവിധ ആശംസകളും. തിരക്ക് പിടിച്ച ഓട്ടത്തിൻ്റെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ശ്രീ CH റഷീദ് എങ്ങനെ മണ്ഡലത്തിൽ വിജയസാധ്യത എങ്ങനെ കാണുന്നു? നല്ല പ്രതീക്ഷയാണ്, നല്ല ആവേശമാണ്, എല്ലായിടത്തും നല്ല പിന്തുണയാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഇത് വലിയ ഊർജം പകർന്നു തരുന്നുണ്ട്. ഗുരുവായൂരിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഇത്തവണ UDF ഈ സീറ്റ് തിരിച്ചു പിടിക്കുമെന്നതിനുള്ള എല്ലാ രീതിയിലുള്ള സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയാണ്? എല്ലായിടത്തും നിന്ന് എനിക്ക് തോന്നുന്നു UDFന് ഒരു പിന്തുണ ഇല്ലാത്ത പ്രദേശത്ത് നിന്ന് അത്യാവശ്യമായിട്ടോടു കൂടിയിട്ടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് വോട്ട് കിട്ടാത്ത, ഞങ്ങൾ പ്രവർത്തകന്മാരില്ലാത്ത പ്രദേശങ്ങൾ ചെല്ലുമ്പോൾ പോലും അവിടെയുള്ള അമ്മമാർ, സ്ത്രീകൾ, സഹോദരിമാരും എല്ലായിടും നല്ല രീതിയിൽ അവർ ആവേശത്തോട് സ്വീകരിക്കുന്നതാണ് കാണുന്നത്. തീർച്ചയായും അവരുടെ ആവശ്യം എന്തായിട്ടാണ് ഒരു മണ്ഡലത്തിൽ? അല്ല, ആവശ്യത്തെക്കാളപ്പുറം അവർ ഈ ഭരണം മാറണം, ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷത്തെ തൂത്തെറിയണം എന്ന് പറയുന്ന രീതിയിലാണ് അവരുടെ വികാരം പ്രകടിപ്പിക്കുന്നത്. നേരത്തെ ഇത് കൃത്യമായും ഇടതുപക്ഷത്തോടൊപ്പം മാത്രം നിന്നിട്ടുള്ളൊരു മണ്ഡലമല്ല ഗുരുവായൂർ. പക്ഷേ ഏതാനും വർഷങ്ങളായി ഇടതിൻ്റെ കയ്യിലാണ്. ഇപ്പോഴുള്ളൊരു മാറ്റം, ഒരു സാധാരണ പറയാറുണ്ട് നമ്മൾ, ഓരോ ഭരണ സർക്കാരും വരുമ്പോൾ വിരുദ്ധ വികാരം, അത് മാത്രമാണോ എങ്ങനെയാണ് കാണുന്നത്? അല്ല, സർക്കാരിനെതിരായിട്ടുള്ള വിരുദ്ധ വികാരം ഒരു ഭാഗത്തുണ്ട്, നിയമസഭാ സാമാജികരെതിരായിട്ടുള്ള പൊതുവികാരമുണ്ട്. അത് കൂടാതെ ഈ നിയോജകമണ്ഡലം അടിസ്ഥാനപരമായി UDFന് സ്വാധീനമുള്ള, ശക്തിയുള്ള, ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിലെ നിലവിലുള്ള UDFൻ്റെ വോട്ട് കൃത്യമായി ഐക്യത്തോടുകൂടി, കെട്ടുറപ്പോടുകൂടി ഒരുമിച്ച് നിന്ന് അത് നേടിയെടുക്കുമ്പോൾ തന്നെ സ്വാഭാവികമായ വിജയം ഞങ്ങൾക്കുണ്ടാകും. അതിൽ കൂടുതലായിട്ട് വരുന്നതാണ് ഭരണവിരുദ്ധ വികാരവും MLAക്കെതിരായിട്ടുള്ള പൊതുവികാരങ്ങളൊക്കെ അതിന് കൂടുതൽ അധികമായി ലഭിക്കുന്നതാണ്. മറ്റ് സ്ഥാനാർത്ഥികളെയും കണ്ടിരുന്നു. അപ്പോൾ ഇടതിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് ഏറെ നാളുകളായി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി, അതുകൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഞാൻ കണ്ടു. ഒരു പത്രം ഇറക്കിയിട്ടുണ്ട്. ആ കുറിപ്പ് വായിക്കൂ, നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അതിൽ കാണുന്നത് എന്താണ്? പാലത്തിന് ഭരണാനുമതി ലഭിക്കാൻ വേണ്ടി അപേക്ഷ നൽകിയിട്ടുണ്ട്. മറ്റേ പാലത്തിന് ഭരണാനുമതി ലഭിക്കാൻ വേണ്ടി ഇത്ര രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അപേക്ഷ കൊടുക്കുന്നുണ്ട്. ഇതാണോ വികസനം? ഈ കൊടുക്കാൻ പോകുന്നു, കത്ത് കൊടുത്തു എന്ന് പറയുന്നതാണ്. എടുത്തു പറയട്ടെ അദ്ദേഹത്തിൻ്റെ ചിത്രം കണ്ടു. അത് ഈ മേൽപ്പാലം അദ്ദേഹത്തിൻ്റെ കാലത്തല്ല, അതിനു മുമ്പുള്ള കാലത്താണ്. ഈ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണവും അതുമായിട്ട് അനുമതിയും എല്ലാം നടന്നതിന് മുമ്പ് കാലത്താണ്. അതല്ലാതെ ഈ കാലഘട്ടത്തിൽ എടുത്തു പറയാവുന്ന ഒരു നേട്ടവും ഒരു വികസനവും അദ്ദേഹത്തിന് കാണിക്കാനില്ല.
UDFിൻ്റെ സ്ഥാനാർത്ഥി മണ്ഡലത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ആളാണ്, മണ്ഡലത്തിനുള്ളിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. പ്രത്യേകിച്ച് PK ഭാവിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് സദാ ഒപ്പം തന്നെ നിന്ന് പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ മണ്ഡലത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടിൽ എന്താവണം മണ്ഡലം എന്നൊരു മനസ്സിലൊന്നും ചിത്രം ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ ഗുരുവായൂർ മണ്ഡലത്തിലെ എല്ലാ പൈതൃകങ്ങളും വികസന രംഗത്ത് ഉയർന്നു വരാനും വളർന്നു വരാനും എല്ലാ സാധ്യതകളുമുള്ള എല്ലാ പാരമ്പര്യമുള്ളൊരു പ്രദേശമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കുറേ കാലങ്ങളായി ഇവരുടെ ഭരണത്തിന് കീഴിൽ അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇവിടെ വ്യാവസായികമായി സാധ്യതകളില്ലെങ്കിൽ കാർഷിക രംഗത്ത് കോൾപ്പടവ് കൃഷി അവിടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അതിന് പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നൽകിയ ഫണ്ട് ചെലവഴിക്കാൻ കഴിയാതെ പോവുകയാണ്. ഇവിടെ വ്യാപാര കേന്ദ്രങ്ങൾ ചാവക്കാടിനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായ ഒരു വ്യാപാര കേന്ദ്രമാണ്, പൈതൃകമുള്ള നാടാണ്. അവിടെയുള്ള ആ വ്യാപാരങ്ങളെ തകർന്ന് തരിപ്പണായി കേട്ടിരിക്കുകയാണ്. അത്തരത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം കായിക രംഗത്ത് ഒരു സ്റ്റേഡിയമില്ല. ഇവിടെ വലിയ അന്താരാഷ്ട്ര തലത്തിൽ പേര് കേട്ടിട്ടുള്ള ഇവിടെ അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരം നടന്ന കാജ ട്രോഫി നടന്ന ചാവക്കാട്, ആ ചാവക്കാട് പന്ത് കെട്ടി കളിക്കാനും ഒരു സ്ഥലമില്ല. അത്രമാത്രം ഇല്ലാതായിരിക്കുന്നത്. ഇവിടെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഹയർ സെക്കൻഡറി ഹയർ എഡ്യൂക്കേഷനുള്ള ഒരു സ്ഥാപനമില്ല, ഒരു കോളേജില്ല. ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചതാണ് എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ഗവൺമെൻറ് കോളേജുകൾ MLA ആവശ്യപ്പെട്ടാൽ നൽകുന്നത്. എന്തുകൊണ്ട് ഇവിടുത്തെ MLA അത് ആവശ്യപ്പെട്ടില്ല? അതിന് ശേഷം വന്ന ആളുകൾ അതിനുവേണ്ടി ശ്രമിച്ചില്ല. ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ആ രീതിയിൽ കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. വോട്ടർമാരോട് എന്താ പറയുക? വോട്ടർമാർ 100% വോട്ടർമാർ വലിയ പ്രതീക്ഷയിലാണ്. ഈ ഭരണം മാറണം. ഈ നിയോജകമണ്ഡലത്തിൽ UDFന് പ്രതിനിധി വരണം. തീർച്ചയായിട്ടും പുതിയ ഭരണം വരുന്നതോടുകൂടി ഈ നിയോജകമണ്ഡലം ഈ മുരടിപ്പ് മാറ്റി ഇവിടെ വലിയ വികസനം വളരെ വേഗതയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഗുരുവായൂരിനെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അത് തീർച്ചയായും വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് എൻ്റെയൊക്കെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളിലും അവരോടൊപ്പം നിൽക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാം. ഏറ്റവും കൂടുതൽ എതിർ സ്ഥാനാർത്ഥികൾ എങ്ങനെ കാണുന്നു? അല്ല, സ്വാഭാവികമായിട്ടും ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് യാതൊരു ഒരു രീതിയിലും അദ്ദേഹത്തെ ആക്ഷേപിക്കാനോ അദ്ദേഹത്തിനെതിരായി പറയാൻ ഞാൻ തയ്യാറില്ല. പക്ഷേ MLA എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ 5 വർഷക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം, അത് ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായി ജനങ്ങൾ വിധിയെഴുതും. ഈ കഴിഞ്ഞ ദിവസം NDA സ്ഥാനാർത്ഥി വന്ന് പറഞ്ഞ ഒരു വാക്ക് മൂലം സംസ്ഥാനം മുഴുവൻ ഈ ഗുരുവായൂർ നിയോജകമണ്ഡലം ശ്രദ്ധ നേടുകയാണ്. എങ്ങനെയാണ് കാണുന്നത്? അല്ല, NDA സ്ഥാനാർത്ഥി ഗുരുവായൂരിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കേണ്ടത് പ്രാഥമികമായി അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇത് ഗുരുവായൂർ ക്ഷേത്ര നഗരിയാണ്. ആ ഗുരുവായൂർ ക്ഷേത്ര നഗരി എന്ന് പറയുന്നത് മതേതര മണ്ണാണ്. ആ മണ്ണിൽ ഇവിടെ വിഷവിത്ത്, ഈ വർഗീയത വിഷവിത്ത് കുത്താൻ വേണ്ടി അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ അത് ഈ മണ്ണിൽ മുളക്കില്ല, ഈ മണ്ണിൽ അത് വിജയിക്കില്ല. ആ താല്പര്യവും അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ഈ നാട്ടിൽ നടക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അദ്ദേഹം അതുമായിട്ട് വരട്ടെ. ഞാൻ ഒരു കാര്യം പറയുക, ഈ ഗുരുവായൂരിൽ നിന്ന് ഇവിടെ വർഗീയതയുമായി വന്ന് നിങ്ങൾ നോക്കുക, കഴിഞ്ഞ തവണ പാർലമെൻറ്റിലേക്ക് BJP സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ പോലും ഗുരുവായൂർ UDFൻ്റെ ഒപ്പം നിന്ന് നല്ല ഭൂരിപക്ഷം നൽകിയ. അതുകൊണ്ട് ഈ ഗുരുവായൂരിലേക്ക് ആ വർഗീയതയുമായി വരണ്ട. ആ വിത്ത് അപ്പുറത്ത് എവിടെയാണോ അവർക്ക് അനുയോജ്യമായ മണ്ണ് അവിടെ കൊണ്ടുപോയി ഇടട്ടെ. തിരക്കുകൾക്കിടയിലാണ്, ഓട്ടത്തിലാണ്, ഏതാനും ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി. ഗുരുവായൂരിൽ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ നിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് ആദ്യമായിട്ടല്ല നേരിടുന്നത്. അങ്ങനെ ഒട്ടേറെ തിരഞ്ഞെടുപ്പുകൾ കണ്ട് വന്നിട്ടുള്ള ആളാണ്. ഒടുവിൽ ഗുരുവായൂരിലെത്തുമ്പോൾ ആ വിജയസാധ്യത എങ്ങനെ കാണും? തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ മത്സരിക്കാൻ സാഹചര്യം ഉണ്ടായതും ആദ്യമായിട്ട് ഗുരുവായൂരപ്പനോട് വോട്ട് ചോദിക്കാൻ ഒരവസരം കിട്ടിയതും അതുപോലെ ഗുരുവായൂരിലെ ജനങ്ങൾ ഹൃദയം തുറന്ന് എന്നെ ഇരു കൈയും കൂട്ടി സ്വീകരിച്ചതുമെല്ലാം എനിക്കൊരു സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്. യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞതെല്ലാം ഗുരുവായൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട്, ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ വിചാരങ്ങളെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്നതും അവരെ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്ന് ജനങ്ങൾ പറയുന്നു ഇപ്രാവശ്യത്തെ വോട്ട് BJPക്കാണ്, NDAക്കാണ്, താമരയ്ക്കാണ്. മാത്രമല്ല ഇവിടുത്തെ മുസ്ലിം സമൂഹം നീതിയുക്തമായി ചിന്തിക്കുന്ന, യുക്തിഭദ്രമായി കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിനോട് കൂടെ നിൽക്കുകയാണ്. കുടിവെള്ളം എന്ന വിഷയത്തിൽ നിങ്ങൾ ഉയർത്തിക്കാട്ടിയ വിഷയം, മാലിന്യത്തിൻ്റെ വിഷയം, അതുപോലെ ഈ ഉപ്പുവെള്ളം കയറുന്നതിൻ്റെ വിഷയം, ഇതൊന്നും സംസാരിക്കാൻ ഈ നാട്ടിൽ
ആരുമില്ല. പക്ഷേ ആദ്യമായി വന്നപ്പോൾ തന്നെ വിവാദമായിരുന്നു ഉണ്ടായത്. വിവാദം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്, അതെപ്പോഴും ഉണ്ടാവും. ഞാൻ ഏറ്റവും ചുരുക്കത്തിലൊരു കാര്യം പറയാം. ഇവിടുത്തെ MLA തിരിഞ്ഞു നോക്കാത്ത ഒരു മരണം, ഒരു സൂയിസൈഡ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ജുമൈല അല്ലേ? ആ സ്ത്രീ ജുമൈല, അവരെങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത്? എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്? ആ കാര്യം ഒന്ന് അന്വേഷിക്കാൻ ഇവിടുത്തെ MLA പോയിട്ടുണ്ടോ? ഒരു മുസ്ലിം കുടുംബമാണ്. ബ്ലേഡ് മാഫിയ ഇവരൊക്കെ ഈ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ജയിച്ചു വരുന്ന MLA അടക്കമുള്ള ആളുകൾ ഈ ബ്ലേഡ് മാഫിയായിട്ട് ബന്ധമാണ്. ഗുരുവായൂർ ഒരു അധോലോകം ഗുരുവായൂരിലുണ്ട്. ഈ അധോലോകത്തിൻ്റെ സന്തതികൾ, അവരുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഈ ഇടതും വലതും നേതാക്കന്മാരും MLA മാരും ഒക്കെ. അതുകൊണ്ട് തന്നെ അവർ ഈ ജുമൈലയുടെ കാര്യത്തിൽ യാതൊരു താല്പര്യവും കാണിച്ചില്ല. ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു, പാവം. അവരുടെ വീട്ടിൽ പോയി ആ വിഷയത്തിൽ പോലീസിൻ്റെ അടുത്ത് സമ്മർദ്ദം ചെലുത്തി അവർക്ക് വേണ്ടി സമരം ചെയ്തതാരാ? BJP ആണ്. ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്തും കൂട്ടരുമാണ്. അപ്പോൾ യാതൊരു സംശയവുമില്ല, BJP എന്ന് പറയുന്ന സംഘടന യുവമോർച്ച സമരം ചെയ്തിരുന്നു. യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡൻ്റാണ് കാളിദാസൻ ഇവിടെയുള്ളത്. ദയാനന്ദൻ ആ സമരത്തിൽ പങ്കെടുത്തു, എല്ലാവരും പങ്കെടുത്തിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ജാതി മത ഭാഷ വേഷ വർണ്ണ വർഗത്തിനപ്പുറത്ത് ഗുരുവായൂരിൻ്റെ വികസനം ഉണ്ടാവണം. ഗുരുവായൂർ ക്ഷേത്രമാണ് ഈ മണ്ഡലത്തിൻ്റെ സമ്പത്ത്, ഈ മണ്ഡലത്തിൻ്റെ സാമൂഹിക ജീവിതം. ഈ വേറെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ആദ്യ ദിവസം തന്നെ വന്നു, സംസ്ഥാനത്ത് 140 നിയോജക മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നിയോജക മണ്ഡലമായി ഗുരുവായൂർ ഏതാനും ദിവസങ്ങളായി മാറി. അത് നേരത്തെ മനസ്സിലുണ്ടായിരുന്നു, അത് പറയണമെന്ന് അതോ യാദൃശ്ചികമായി പറഞ്ഞതാണ്? അതെൻ്റെ നാവിൻ്റെ തുമ്പത്തേക്ക് വരികയാണ്. എൻ്റെ നാവിൻ്റെ തുമ്പത്തേക്ക് മറ്റാരുടെയോ ആരുടെ ഇച്ഛയാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഞാൻ നിൽക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ മണ്ണിലാണ്, ഗുരുവായൂർ നാട്ടിലാണ്. എൻ്റെ നാവിൻ തുമ്പത്തേക്ക് മറ്റൊന്നും ആലോചിച്ചിട്ടില്ല, ഞാൻ മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല, ആരും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ ഇവിടെ വന്ന് ഞാൻ എന്തു പറയുമ്പോഴും അതെൻ്റെ നാവിൻ്റെ തുമ്പത്തേക്ക് വരുന്നത് ഒരു ഇച്ഛയുടെ ഭാഗമാണ്. ഈ നടപടിക്രമങ്ങളെ ഭയക്കുന്നുണ്ടോ? ഞാൻ നടപടിക്രമങ്ങൾക്കെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ ഭയക്കണേ. പക്ഷേ നടപടിക്രമങ്ങൾ തുടരെ വരുന്നു. നടപടിക്രമങ്ങൾ തുടരെ വരുന്നു എന്ന് പറയുന്നത് നടപടിക്രമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ എല്ലാം പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിയിലൊന്നും ഞാൻ നിൽക്കില്ല. ഓരോ മണ്ഡലത്തിലും ഓരോ പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങളുണ്ടാവും. ഇപ്പോൾ നേരത്തെ കുടിവെള്ളം അങ്ങ് പറയുകയുണ്ടായി. ഗുരുവായൂരിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ പ്രശ്നങ്ങളായി, ജനകീയ വിഷയങ്ങളായി കണ്ടിട്ടുള്ളത് ഏതൊക്കെ മേഖല? ഞാൻ ഏറ്റവും പ്രധാനമായി കാണുന്നത് കുടിവെള്ളമാണ്. കാരണം അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. ഇവിടെ മൂക്കുപൊത്തി റോഡിലൂടെ സഞ്ചരിക്കേണ്ട ഗതികേടാണ്. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഭഗവാനെ കാണാൻ വരുമ്പോൾ മൂക്കുപൊത്തി പോകണമെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമായത്. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ താങ്കൾ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട ഒരാളാണല്ലോ. ഇവിടുത്തെ വീടുകളിലെ കിണറ്റിലെ വെള്ളത്തിൽ മുഴുവൻ ബാക്ടീരിയയാണ്. അപ്പോൾ കിണർ വെള്ളം ഉപയോഗിക്കാൻ വയ്യ, കുടിവെള്ളം ഇല്ല. പിന്നെ മാലിന്യ സംസ്കരണം എത്ര കൊല്ലമായി? അഴുക്കുചാൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്ര കൊല്ലമായി മാലിന്യ സംസ്കരണം? ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം TCBയോട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഈ രാമച്ച കൃഷിക്ക് ഏറ്റവും പ്രസിദ്ധമാണ് ഈ ഗുരുവായൂരിലെ പുന്നിയൂരൊക്കെ രാമച്ച കൃഷിക്കാരുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഒരു പരമ്പരാഗതമായ കൃഷിയാണ് രാമച്ചം. ഇന്ന് ആ രാമച്ച കൃഷിക്കാരില്ല. എന്തുകൊണ്ടാണ് രാമച്ച കൃഷിക്കാരില്ലാതാവുന്നത്, രാമച്ച കൃഷി ഇല്ലാതാവുന്നത് എന്തുകൊണ്ട്? വാസ്തവത്തിൽ ഇത് അന്വേഷിക്കണ്ടേ. രാമച്ച കൃഷി ഈ നാടിൻ്റെ പരമ്പരാഗതമായ ഒരു കൃഷിയാണ്. ആ കൃഷി ഒരിക്കലും വിജയിക്കരുത്. ഭൂമി പാട്ടത്തിനെടുത്തിട്ടാണ് ആ കൃഷി നടത്തുന്നത്. പാട്ടത്തിന് കൊടുക്കുന്ന ആളുകൾ അവർ പൈസ മേടിക്കുന്നു. കൃഷി അതിൻ്റെ കൃത്യമായ സമയമാകുമ്പോൾ ആ കൃഷിയിടങ്ങൾ ചില പ്രത്യേക തൽപരരായിട്ടുള്ള ആളുകൾ അവർ പോയിട്ട് അത് കത്തിക്കുന്നു. ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികൾ പോയി കത്തിക്കുന്നു. അങ്ങനെ ഞാൻ ധാരാളം രാമച്ച കൃഷിക്കാരെ കണ്ടപ്പോൾ കണ്ണീരിലാണ് അവർ. ഏതെങ്കിലും ഇവിടുത്തെ MLA മാർ രാമച്ച കൃഷിക്കാരെ കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ MLA മാർ ലാഭം എന്താണ്? ഈ കൃഷി ചെയ്യുന്നതൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും കത്തിക്കുന്നവരൊക്കെ വേറെ ചില മത തീവ്രവാദികളുമാണ്. അപ്പോൾ കത്തിച്ച് അവരെ ഇല്ലാണ്ടാക്കുക, അവരെ പട്ടിണിക്കിടുക. ആ രാമച്ച കൃഷി വേണ്ടാന്നേ, അതവരുടെ താല്പര്യം. അതെന്താണെന്നുള്ളത് അന്വേഷിക്കണം. എതിർ സ്ഥാനാർത്ഥികൾ അതിനെ കടന്നു. രണ്ടുപേരും എതിർ സ്ഥാനാർത്ഥികളാണ്. തീർച്ചയായിട്ടും രണ്ടുപേരെയും നമ്മൾ ഒരേപോലെ ഫൈറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരാൾ എതിർസ്ഥാനി, ഒരാൾ മാത്രമാണ് എതിർപക്ഷത്തുള്ളത് എന്ന് ഞാൻ പറയില്ല. കാരണം ഈ രണ്ടുപേരും പറയുന്നത് BJP എതിർസ്ഥാനത്ത് നിന്നാണ്. ഈ രണ്ടുപേരും പറയുന്നത് ഞങ്ങൾ BJP എതിർക്കാനാണ് നിൽക്കുന്നതെന്നാണ്. അപ്പോൾ രണ്ടുപേരും BJP എതിർക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് രണ്ടുപേരും എതിരാളികളാണ്.
ഞാൻ എൻ്റെ ചിന്തയ്ക്കും എൻ്റെ സംഘടനയുടെ ചിന്തയ്ക്കും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനും ഈ ഗുരുവായൂർ നാടിനും ഈ നാട്ടിലെ ജനങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു തുടക്കക്കാരനല്ല, എത്രയോ പതിറ്റാണ്ടുകളായി ഈ രംഗത്ത് രാഷ്ട്രീയത്തിൽ സജീവമാണ്. കടുത്ത ചൂടിനിടയിലും ഓട്ടത്തിലാണ്. എല്ലാവിധ ആശംസകളും. ആശംസകൾ മുകേഷ്. ആശംസകൾ.